ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു സീരീസിന്റെ റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് ദിവസമായി ഞാനത് ഇന്നലെയും മെനിങ്ങാന്നൊക്കെ ആയിട്ടാണ് ഞാൻ കണ്ട് തീർത്തത്. സോ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും. എനിവേ, എന്തായാലും നമ്മൾ പറയാൻ വരുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന മുത്തു ഇങ്കര കാട്ടാൻ എന്ന് പറയുന്ന വിജയ് സേതുപതി മെയിൻ ലീഡ് റോളിൽ വരുന്ന ഒരു സീരീസിനെ കുറിച്ചാണ് സുഹൃത്തുക്കളെ നമ്മൾ പറയാൻ വന്നത്. സോ ഇത് ആക്ച്വലി ഒരു 10 എപ്പിസോഡ് വരുന്ന സീരീസ് ആണ്. തമിഴ്നാട്, കേരളം ഇങ്ങനെ രണ്ടിടത്ത് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. രാജ്കുമാർ, അജിത് കുമാർ ആൻഡ് മണികണ്ഠൻ ഇവർ മൂന്നുപേരുടെ ചേർന്നാണ് ഈ സീരീസ് റൈറ്റ് ചെയ്തേക്കുന്നതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും. സോ കാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ വിജയ് സേതുപതി, പിന്നെ ഇർഷാദ് അലി, അങ്ങനെ കുറച്ചധികം ആൾക്കാർ, എല്ലാവരും കൂടെ പേര് പറയുന്നില്ല ഞാൻ. ഇത് ആക്ച്വലി ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ ജോണറിൽ പോകുന്ന ഒരു വെബ് സീരീസ് ആണ്. ഞാൻ പറഞ്ഞില്ല 10 എപ്പിസോഡാണ്. സോ ഇതിനകത്ത് ഒരു ബേസിക് പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു തല മാത്രം കിട്ടും, ഒരാളുടെ ഒരു തല മാത്രം കിട്ടും. ദെൻ ഇത് അന്വേഷിച്ച്, അതായത് ഇതിൻ്റെ പുറകെ ഉള്ള ഇത് ആരുടെയാണ്, ഇത് എവിടെ നിന്നാണ്, എന്താണ്, ഇത് എങ്ങനെയാണ് വന്നത്, എന്ത് സംഭവത്തിൻ്റെ പുറത്താണ് ഇത് കട്ട് ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ ഉള്ള ഒരു കേസ് അന്വേഷണവും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു സീരീസ് ആണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു തലയാണ് കിട്ടുന്നത്. സോ അതിനും ഒരു കാരണമുണ്ട്. സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ചധികം ബാക്ക് സ്റ്റോറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. സോ യെസ്, നൈസാണ്. സോ ഫസ്റ്റ് ടൈം ആയിരിക്കാം ഒരു മേർഡർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രൈം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കഴുത്തറ്റ തല കിട്ടുമ്പം നമുക്ക് ഒരു സീരിയസ് ഭാഗം വേറൊരു പോർഷനോടെ പോകുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ഫണ്ണായിട്ടും കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടും പോകുന്ന ഒരു സീരീസ് കാണുന്നത്, അല്ലെങ്കിൽ കാണാൻ പോകുന്നത് ഞാൻ കണ്ടത്. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ കേസന്വേഷണവും കാര്യങ്ങളും തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ നടക്കുന്നതാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ഈ തമിഴ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ഭാഷകളിൽ വരുന്ന സീരീസ് ആയിക്കോട്ടെ, മൂവി ആയിക്കോട്ടെ, ഇതിനകത്ത് ഈ മലയാളം കയറി വരുമ്പോഴത്തേക്ക് ഒരുമാതിരി വൃത്തികെട്ട മലയാള രീതി ആക്കുന്ന ഒരു രീതി പൊതുവെ കണ്ടുവരാറുണ്ടല്ലോ. മലയാളം സംസാരിക്കുന്നതാണെങ്കിലും നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളുടെ പേരാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് എഴുതാതെയും കാണിക്കാതെയും ചില സൈൻ ബോർഡുകളൊക്കെ കാണിക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ബട്ട് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് എറണാകുളം, കൊച്ചി സൈഡിലുള്ള കുറച്ച് സ്ഥലപ്പേരുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു പ്ലേസസും കാര്യങ്ങളൊക്കെ എക്സാക്ട് അത് തന്നെ ആയിട്ട് പ്ലേസ് ചെയ്ത് കാണിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ മലയാള ഇൻഡസ്ട്രിയിലെ കുറേ ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് അവർക്കും നല്ല രീതിയിലുള്ള റോളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്ത വൺ ഓഫ് ദ ഒരു സീരീസുകളിൽ ഒരെണ്ണമാണ് ഇത് മുത്തു ഇങ്കര കാട്ടാൻ എന്ന് പറയുന്ന സീരീസ്. സോ ഇതിനകത്ത് എന്താ പറയുക, നമ്മുടെ മലയാളത്തിലുള്ള ആക്ടേഴ്സിന് കേരളത്തിൽ വരുമ്പോഴത്തേക്ക് അവർക്കും അവരായിട്ടുള്ള ചില റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് കൃത്യമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയ് സേതുപതി പ്രൊഡക്ഷനിലാണ് ഈ സീരീസ് വരുന്നത്. സോ അതിനകത്ത് കുറച്ചധികം ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സീരീസിൽ കാണാം. പിന്നെ 30 to 40 minutes ആണ് പെർ എപ്പിസോഡ് വരുന്നത്. സോ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 10 എപ്പിസോഡുണ്ട്. പിന്നെ എല്ലാ എപ്പിസോഡും അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ടും ഒരു ഫണ്ണായിട്ടും ഒക്കെ നൈസായിട്ട് പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റിലത്തെ ചില എപ്പിസോഡ്സ് വരുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് തീർന്നാൽ മതി എന്നുള്ള ഒരു കുറച്ചധികം വലിച്ചിട്ട് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു എപ്പിസോഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് കവറപ്പ് ആകും. ബട്ട് അതുകൊണ്ട് നമുക്കത് എങ്ങനെയും തീർത്താൽ മതി എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകും. ബട്ട് എന്നാൽ പോലും അവരവരുടേതായിട്ടുള്ള രീതിക്ക് അവരത് ഇത് ആവശ്യമാണ് അല്ലെങ്കിൽ ആ ഒരു ലാഗ് വേണം എന്നുള്ള രീതിക്ക് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. സോ അത് ആ ഒഴുകി തന്നെ പോകും. ബട്ട് നമുക്ക് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി തന്നെ നമുക്ക് ഫില്ലായി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സീരീസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ അന്വേഷിച്ച് പോകും, അല്ലെങ്കിൽ നിങ്ങൾ തേടി പോകും സുഹൃത്തുക്കൾ. അത്യാവശ്യം നല്ല മേക്കിംഗ് ക്വാളിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പക്ക സാധനമാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി അത്യാവശ്യം നൈസായിട്ടാണ് പോയേക്കുന്നത്. മധു നീലകണ്ഠൻ, എൻ ഷൺമുഖ സുന്ദരം എന്നിവരാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. എഡിറ്റിങ് ബി അജിത് കുമാർ, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതുപോലെ ഇതിനകത്ത് ഒരു അമ്മായിമ്മ മരുമോൾ അവരുടെ ആ ഒരു എന്താ പറയുക, ചില വാശിയും വഴക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഒരു ഹസ്ബൻഡിൻ്റെ ചില ഫ്രസ്ട്രേഷൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഭാര്യയും അമ്മയും കൂടെ മാനേജ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പോലീസുകാരാണെങ്കിൽ തന്നെ ഇവർ കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് ഇവർ കേസന്വേഷണം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടേതായിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ പോലും ദ വേ ദേ ഹാൻഡിൽ, അല്ലെങ്കിൽ ദ വേ ദേ ടോക്ക്, ഈ മലയാളം അറിഞ്ഞുകൂടാത്തൊരു മലയാളം സംസാരിക്കുമ്പോൾ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ടുള്ള രീതിക്ക് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡെലിവറി ഒക്കെയാണ് ഇവരിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. സോ ഓൾമോസ്റ്റ് എല്ലാം നൈസാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ആകും, ഇതിങ്ങനെ ആയിരിക്കാം എന്ന് ഒരുപാട് നമുക്ക് പ്രിഡക്ഷൻസ് വരും. ബട്ട്
അതങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണാവുന്നതാണ്. ബട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് സീരീസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. എനിവേ നിങ്ങൾക്ക് കാണാൻ പറ്റിയ, എനിക്ക് പേഴ്സണലി കുറേ നാൾക്ക് ശേഷം കണ്ട ഇഷ്ടപ്പെട്ട ഒരു സീരീസുകളിൽ ഒന്നാണ് ഈ മുത്തു ഭയങ്കര കാട്ടാൻ എന്ന് പറയുന്നത്. കാരണം റീസെൻ്റ്ലി കണ്ട കുറേ സീരീസുകളൊക്കെ അത്രയ്ക്ക് ഒരു സുഖമില്ലാത്ത സാധനങ്ങളൊക്കെ ആയിരുന്നു ഞാൻ കണ്ടതൊക്കെ ചിലതൊക്കെ. സോ അത് വെച്ച് നോക്കുമ്പം എനിക്കിതൊരു എന്താ പറയുക, മൈ കപ്പ് ഓഫ് ടീ സാധനമായിരുന്നു. അത്രയ്ക്കും കൂടെ ഇല്ലെങ്കിൽ പോലും, ബട്ട് എന്നാൽ പോലും മൈ കപ്പ് ഓഫ് ടീ സാധനമായിരുന്നു. വിജയ് സേതുപതിയാണല്ലോ ഞാൻ അഭിനയിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഒന്നും നോക്കാൻ എന്തെങ്കിലും കാണും. കാരണം പുള്ളി എല്ലാവർക്കും ഇഷ്ടമാണ്. പുള്ളിയുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ ദ വേ ഓഫ് ബിഹേവ്, പുള്ളിയുടെ ഒരു ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും എല്ലാം രസമാണ്, നമുക്കിഷ്ടമാണ്. സോ അതുകൊണ്ട് നമ്മളിരുന്ന് കണ്ടു തുടങ്ങിയതാണ്. സോ എന്തായാലും സാധനം നൈസായിരുന്നു, വർക്കായിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക, നൈസാണ്. സോ യെസ് ഗേസ്, അപ്പോൾ അതാണ് മുത്തു ഭയങ്കര ഘാട്ടാൻ എന്ന് പറയുന്ന സീരീസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സംഭവം ആക്ച്വലി ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കിട്ടുന്നവർ കാണുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്, ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സോ യെസ് ഗേസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.